അഡ്വക്കേറ്റ് അനിൽകുമാർ, ആചാര സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിലവിലുള്ള വിധി അംഗീകരിക്കാൻ കഴിയില്ല. ആചാര സംരക്ഷണം ആയിരിക്കണം നിലപാട്. യുവതീ പ്രവേശനം അനുവദിക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നു. ശ്രീ അനിൽകുമാർ, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം വിലക്കിയ ജസ്റ്റിസ് പരിപൂർണന്റെ വിധി ഞങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയവരാണ്. അതിനുശേഷമാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം അഭിഭാഷക സംഘം ഒരു കേസുമായി സുപ്രീം കോടതിയിലെത്തിയത്. അവിടെയും ഗവൺമെന്റ് പറഞ്ഞു, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ആചാരപരമായ കാര്യങ്ങളിൽ ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അഭിപ്രായം തേടണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സുപ്രീം കോടതി അതിന് തയ്യാറായില്ല. സുപ്രീം കോടതി വിധിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അത്തരമൊരു പരിശോധന വീണ്ടും ഉണ്ടാകണമെന്ന് ദേവസ്വം ബോർഡിന് അഭിപ്രായം ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്. ഞങ്ങളുടെ തുടക്കത്തിലുള്ള നിലപാട് ശരിവെക്കപ്പെടുകയാണ് ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ അവിടെ വീട്ടിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ അനിൽകുമാർ, ഇതേ നമുക്കറിയാം, ഇപ്പോൾ ഏതാണ്ട് 6 വർഷത്തിന് ശേഷമാണ് ഈ കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയം വരികയാണ്. സ്വാഭാവികമായും ഇതിൽ നിന്ന് നല്ല രീതിയിലൊരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രതിപക്ഷവും ഒപ്പം തന്നെ ബിജെപിയും. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ഇക്കാര്യം ഓരോ സ്ഥലത്തും ചോദിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകമായ നിലപാടല്ലാതെ ഇത് ദേവസ്വം ബോർഡിൻ്റെ ഒരു തീരുമാനം, അങ്ങനെയല്ലേ? ദേവസ്വം ബോർഡല്ലേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്? അതെ, ഇതില് 2 ഭാഗമുണ്ട്. ഒന്ന്, 91 വരെ അവിടെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിലക്കുണ്ടായിരുന്നില്ല. 91-ൽ വിലക്കുണ്ടായപ്പോൾ വിലക്ക് അംഗീകരിക്കുകയും നടപ്പാക്കുകയുമാണ് LDF സർക്കാർ ചെയ്തത്. അതാരും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയാൻ ഇഷ്ടപ്പെടുന്നുമില്ല. ഞങ്ങൾ ഹൈക്കോടതി വിധി അംഗീകരിച്ചവരാണ്. സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതും അംഗീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥമായി. അത് ഭരണഘടനാ ബെഞ്ചാണ് എന്തുകൊണ്ട്. ഇപ്പോൾ കുറെ കൂടെ വിശാലമായ ബെഞ്ച് പരിശോധിക്കുമ്പോൾ അന്ന് കൊടുത്ത അവിടെ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നിൽക്കുകയാണ്. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഹിന്ദുമതത്തിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഒരു അഭിപ്രായം തേടണം. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തേടണമെന്നാണ് അന്ന് പറഞ്ഞത്, ഇന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ കേരളത്തിൽ അവകാശമുണ്ട്. അത് സംസ്ഥാന സർക്കാർ തന്നെ എപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഒരു ആചാരം എവിടെങ്കിലും മാറ്റാൻ വേണ്ടി സർക്കാരോ CPM-ഓ മുന്നണിയോ ഇറങ്ങി പുറപ്പെട്ടിട്ടുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇത്തരമൊരു കേസിൽ ഇടപെടാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ടോ എന്നാണ് പരിശോധിക്കാൻ പോണത്. എന്നിട്ട് മാത്രമേ ശബരിമലയുടെ കേസിലേക്ക് വരൂ. അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ സുവർണാവസരം കാത്തിരുന്നവർക്ക് നിരാശരാകുന്ന നിലപാടാണ് സുപ്രീം കോടതി തന്നെ എടുത്തത്. അവരിപ്പോ പരിശോധിക്കുന്നത് ശബരിമല കേസല്ല. ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ ഭരണഘടനാ ബെഞ്ചിന് അവകാശമുണ്ടോ എന്ന് ആദ്യം തീരുമാനിക്കട്ടെ, എന്നിട്ടാണ് ബാക്കി പറയാവുന്നതെന്ന് പറയുന്നത്. ഇതും ഈ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. ശ്രീ അനിൽകുമാർ, ഇനിയിപ്പോൾ വരാൻ പോകുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് അങ്ങേക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. ഇതാ കണ്ടില്ലേ, നിലപാട് മുഴുവൻ മാറ്റിയിരിക്കുന്നു. നവോത്ഥാനമൊക്കെ അവർ കടലിൽ എറിഞ്ഞിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ അവരുടെ നിലപാട് എന്ന മട്ടിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇനി പുതിയ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാൻ പോകുന്നത്. അല്ല, രാഹുൽ ഗാന്ധി കടലിൽ ചാടിയോടുകൂടി ശബരിമലയിലെ രാഹുൽ ഗാന്ധിയുടെ നിലപാട് കടലിൽ പോയോ? ആദ്യമായിട്ട് ഇതിനെ വിധിയെ സ്വാഗതം ചെയ്തത് രാഹുൽ ഗാന്ധിയാണ്. AICCയുടെ ട്വീറ്റ് ചെയ്തത് നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. RSS തലവന്മാരുടെ പ്രസ്താവന നമുക്കുണ്ട്. സ്ത്രീകൾക്കിന് മല ചവിട്ടാവുന്ന ജന്മഭൂമി പറഞ്ഞ അവിടെ കിടപ്പുണ്ട്. CPM-ഓ LDF-ഓ അതിന്റെ ഒരു പ്രകടന പത്രികയിലും ഏതെങ്കിലും ക്ഷേത്രത്തിലെ ആചാരങ്ങൾ മാറ്റുന്നത് സംബന്ധിച്ച് പരാമർശിക്കാറില്ല. ഇവിടെയും പരാമർശിച്ചിട്ടില്ല. വന്ന വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത് ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരുടെ അഭിപ്രായം തേടണമെന്നാണ്. ഏകപക്ഷീയമായ ഒരു നിലപാട് ഞങ്ങൾക്കില്ല. കോടതി എന്ത് വിധിക്കുന്നോ നടപ്പാക്കാമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഇപ്പുറവും LDF ഇല്ല, CPM ഇല്ല, സർക്കാരും ഇല്ല. അതാണ് യാഥാർത്ഥ്യം.